ഹലോ. അപ്പോൾ ഇന്ന് പ്രവീണിൻ്റെ ഏട്ടൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കൊപ്പത്തൊക്കെ പോയി. അങ്ങനെ നമ്മളിതാ കൊപ്പത്ത് പോയി. അവിടെ നല്ല രസമായിരുന്നു കേട്ടോ. വെൽക്കം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പാസ്റ്റ് ചേച്ചിനെ ഏട്ടനൊക്കെ വിളിച്ചു, കുഞ്ഞോനൊക്കെ വിളിച്ചു. അപ്പോൾ അവർ എൻട്രിയും കാര്യങ്ങളൊക്കെ നടക്കുന്നു കേട്ടോ. അവർ എൻട്രി ആദ്യം ബൈക്കിലായിരുന്നു മോള് വന്നിരുന്നു. ബൈക്ക് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അവർ നടന്നു വന്നു. ഓക്കെ, അത് കഴിഞ്ഞിതാ നമ്മളിതാ പാരൻസിനെ വിളിക്കുന്നുണ്ട്, ഗ്രാൻഡ് പാരൻസിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചിയുടെ അച്ഛനും അമ്മയും പിന്നെ പ്രവീണിൻ്റെ അച്ഛനും അമ്മയൊക്കെ ആയിരുന്നു പിന്നെ എൻട്രിയും കാര്യങ്ങളൊക്കെ വന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ എൻട്രിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെന്താ എൻട്രി തന്നെയല്ലേ. ഓക്കെ, അടിപൊളിയായിരുന്നു കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. കേക്ക് കട്ടിങ് മോള് ഭയങ്കര കരച്ചിലൊക്കെ കേട്ടോ. ഭയങ്കര കരച്ചിലായിരുന്നു. കണ്ടോ, വീഡിയോസിൽ കാണാൻ പറ്റും. നന്നായി കരഞ്ഞോള്. പക്ഷേ അടിപൊളിയായിരുന്നു കേക്ക് സെറ്റിങ് കാര്യങ്ങളൊക്കെ കേട്ടോ. ഓക്കെ, ഫങ്ഷനൊക്കെ അടിപൊളിയായിരുന്നു. മോള് കുറച്ച് കരഞ്ഞു എന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അത് മേ ബി എല്ലാവരും കണ്ടിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ സാധാരണ കുഞ്ഞുങ്ങളൊക്കെ കരയാറുണ്ട്. ഫസ്റ്റ് ബർത്ത്ഡേ ഒക്കെ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, നന്നായി കരയും കുട്ടികളൊക്കെ. പക്ഷെ മോള് അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും അവൾ നോർമലി നല്ല കുട്ടിയാണ്. എല്ലാവരുടെ അടുത്തേയും പോകുന്നൊരു കുഞ്ഞുവാവയാണ്. പക്ഷേ അന്ന് എന്താ അറിയില്ല, നന്നായി കരഞ്ഞിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിരുന്നു. അപ്പോൾ എന്നാലും മോളെല്ലാം സെറ്റ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ ഇതാ കേക്ക് കൊടുക്കുന്നുണ്ട്. അടിപൊളി കേക്ക് സെറ്റിങ്ങാണ് അല്ലേ. ഓക്കെ, അപ്പോൾ സ്റ്റേജൊക്കെ ആയാലും അടിപൊളിയായിരുന്നു. സിൻഡിക്കേറ്റ് എന്നൊരു ഓഡിറ്റോറിയത്തിൽ വെച്ച് അവിടെ ഒരു മാളുണ്ട്, സിൻഡിക്കേറ്റ് മാളുണ്ട് കൊപ്പത്ത്. അവിടെ ഉള്ളൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഒരു ഹാളായിരുന്നു. ഓക്കെ, അങ്ങനെ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ഇതപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. മോള് ഇനി കരയുന്നുണ്ട് കേട്ടോ. അയ്യോ, ഭയങ്കരമായിരുന്നു കരച്ചിലൊക്കെ. പിന്നെ ഏട്ടെടുത്തു. അങ്ങനെ കുറച്ച് നേരം ഇരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് നേരം ഇങ്ങനെ ആയി. പിന്നെ ഇതാ കണ്ടില്ലേ, കാണിച്ചു കൊടുക്കുമ്പോൾ കേക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. എന്താ പറ്റിയെന്നറിയില്ല ആ ടൈം കേട്ടോ. ചില കുട്ടികളൊക്കെ അങ്ങനെ ആയിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവരും വീട്ടിലും കുഞ്ഞുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അറിയാൻ പറ്റും, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് എല്ലാവരും പറയുന്നുണ്ടാവും അല്ലേ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേച്ചിൻ്റെ ഏട്ടൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. അത് കഴിഞ്ഞപ്പോൾ പ്രണു പ്രണു നന്നായി പാട്ടും പാടും ഡാൻസും കളിക്കും കേട്ടോ. അവളെ പാട്ടൊക്കെയാണിത്. അടിപൊളിയായിരുന്നു പാട്ടൊക്കെ കേട്ടോ. എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അവളെ പാട്ടും ഡാൻസൊക്കെ വീഡിയോസൊക്കെ ഞാൻ സെറ്റ് ചെയ്യാം കേട്ടോ. അത് നന്നായി പാട്ടൊക്കെ പാടും, അടിപൊളിയാണ്. അത് കഴിഞ്ഞ് കസിൻസൊക്കെ ഉണ്ട്, മാമൻ്റെ മോനുണ്ട്. അങ്ങനെ സദ്യ കേട്ടോ, അടിപൊളി സദ്യന്ന്. ചിക്കൻ ഉണ്ടായി, ചിക്കൻ വരട്ടിയതായിരുന്നു. അടിപൊളി പായസം ഉണ്ടായിരുന്നു, 2 തരം പായസം ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു. എല്ലാം സെറ്റായിരുന്നു കേട്ടോ അവിടുത്തെ ഫംഗ്ഷനൊക്കെ. ഓക്കെ, അതിന് അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഏട്ടനും ചേച്ചിയൊക്കെ ഇരുന്നു. ഞങ്ങൾ നേരത്തെ കഴിച്ചിട്ടോ. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞു. അവിടുന്ന് ഹായ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.